ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്റ്റുഡൻസ് ഫോക്കസ്. ഇന്ന് നമ്മൾ ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, കണ്ടു നോക്കുക. ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്നുള്ള പേരിൽ തന്നെയുണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് എറൗണ്ട് ദ ഗ്ലോബ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം നേഷൻസിൽ, അതിന് ഈ ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്നും പറയാറുണ്ട്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, മൾട്ടി മീൻസ് ഒന്നിലധികം, നാഷണൽ മീൻസ് നേഷൻസിൽ, ഒന്നിലധികം നേഷൻസിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ നേഷൻസിൽ ബിസിനസ് ചെയ്യുന്ന കോർപ്പറേഷൻസിനെ അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് വേറെ പേരിലും അറിയപ്പെടുന്നത് സൂപ്പർ നാച്ചുറൽ കമ്പനീസ് എന്നറിയപ്പെടാറുണ്ട്, ട്രാൻസ്നേഷണൽ കമ്പനീസ് എന്നറിയപ്പെടാറുണ്ട്, ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ എന്നറിയപ്പെടാറുണ്ട്, ഗ്ലോബൽ കോർപ്പറേഷൻ എന്നും അറിയപ്പെടാറുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒത്തിരി കമ്പനീസ് ഉണ്ട്. അങ്ങനെ KFC ഉണ്ട്, അല്ലെങ്കിൽ കൊക്കക്കോള ഉണ്ട്, മാക്ഡൊണാൾഡ്സ് ഉണ്ട്, അങ്ങനെ പല പല കമ്പനീസ് ഉണ്ട്. അവരുടെ ഒറിജിൻ, അതായത് അവരുടെ മെയിൻ കൺട്രി, അതായത് അവരുടെ ഒറിജിൻ ചെയ്ത കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ല, ബട്ട് അവർ ഇന്ത്യയിലും അതുപോലെ പല പല കൺട്രീസിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. എറൗണ്ട് ദ ഗ്ലോബ് ഓൾമോസ്റ്റ് മിക്ക കൺട്രീസിലും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താ, അവരുടെ പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു കൺട്രിയിലെ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ കൺട്രികളിൽ അവിടുത്തെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കൂടുതൽ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് അവർ പ്ലാൻ ചെയ്യുന്നതും അവർ വർക്ക് ചെയ്യുന്നതും. അവരുടെ ബ്രാഞ്ചസിനെ മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ് എന്നും പറയാറുണ്ട്. ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെ, ഇവരുടെ ബ്രാഞ്ചസ് പല പല കൺട്രീസിൽ, ഇവരുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസീസ് അല്ലെങ്കിൽ അവരുടെ ലിങ്ക് വഴി, മാർക്കറ്റിംഗ് ലിങ്ക് വഴിയാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്ട്സ് മാക്സിമം കൺട്രീസിൽ മാക്സിമം പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യാനാണ് അവരെപ്പോഴും നോക്കുന്നത്. കാരണം ആ രീതിയിൽ അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് മാക്സിമം ആളുകൾക്ക് വിറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല അവർ പ്ലാൻ ചെയ്യാറ്. അവർ മാക്സിമം പ്രൊഡക്ട്സ് മാക്സിമം കൺട്രിയിൽ സെല്ല് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർ പല കൺട്രിയിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഇൻ്റർനാഷണൽ എക്കോണമിയെ സ്വാധീനിക്കാനുള്ള ഒരു പവറുണ്ട്. കാരണം ഏകദേശം വേൾഡ് GDPയുടെ നല്ലൊരു ശതമാനം MNCs, ടോപ്പ് 200 MNCs നമ്മൾ എടുക്കുകയാണെങ്കിൽ വേൾഡ് GDPയുടെ നല്ലൊരു ശതമാനം ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ബിസിനസ് പല പല രാജ്യങ്ങളിൽ ചെയ്യാന്ന് പറയുമ്പോൾ അവർ ഏത് സ്കെയിലായിരിക്കും ബിസിനസ് ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പം നമ്മൾ ഒരു കട തുടങ്ങുകയാണെങ്കിൽ എങ്കിലും നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് ഒരു ചെറുതായിട്ടൊരു കട തുടങ്ങും. കുറച്ചും കൂടി ക്യാഷ് ഉണ്ടെങ്കിൽ 1 or 2 ബ്രാഞ്ച് തുടങ്ങും. ബട്ട് പല പല കൺട്രീസിൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ്, 400-500 ബ്രാഞ്ചസ് ഒക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു ലെവൽ ഓഫ് ഓപ്പറേഷൻ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേൾഡ് എക്കോണമിയിൽ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ കമ്പനികൾക്ക് MNCസിന് സാധിക്കാറുണ്ട്. അവർ നല്ലൊരു രീതിയിൽ വേൾഡ് എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയിൽ തന്നെയാണെങ്കിൽ തന്നെ ഇവർ നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ MNCസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമ്പിൾ അറിയാമോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൊക്കക്കോള പറയാം, അല്ലെങ്കിൽ KFC ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒത്തിരി എക്സാമ്പിൾസ് അറിയായിരിക്കും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ നമുക്കിനി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. ഇവർ വലിയ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ഇവരുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒത്തിരി അധികം ഫണ്ട് റിസോഴ്സസ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവർക്ക് എവിടെന്നെങ്കിലും ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർക്ക് ധാരാളം വേസ് ഉണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നെങ്കിൽ എനിക്ക് എവിടെ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ എൻ്റെ സേവിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് സർക്കിളിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ചെറിയ എമൗണ്ടൊക്കെ ലോൺ എടുക്കുകയോ, ബാങ്ക്സിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ചെറിയ എമൗണ്ടൊക്കെ ലോൺ എടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഇൻഡിവിജ്വൽ ചെന്നിട്ട് ഒരു പരിധിയിൽ കൂടുതൽ വലിയ എമൗണ്ട് ചോദിച്ചാൽ ബാങ്ക് തരുമോ? തരില്ല. ബട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇവർ MNCs ആണ്, പല കൺട്രീസിലുള്ളതാണ്, ഇവർക്ക് നല്ല ബ്രാൻഡ് നെയിം ഉള്ളതാണ്, നല്ല റെപ്യൂട്ടഡ് ഫേംസ് ആണ്. സോ ഇവർക്ക് പല രീതിയിൽ കൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അത് കൂടാതെ തന്നെ ഇവർ ഏത് കൺട്രിയിലാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കൺട്രിയിൽ നിന്നും അവിടെയുള്ള ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇവർക്ക്
ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ എപ്പോഴും വില്ലിങ് ആയിരിക്കും. അതുകൂടാതെ അവിടുത്തെ ഗവൺമെൻറ്റും ഇവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് ന്യൂസൊക്കെ വായിക്കാറില്ലേ, ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ബിസിനസ്സൊക്കെ, ഗുജറാത്തിൽ UP-യിലൊക്കെ ബിസിനസ് വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് സ്ഥലം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്ഥലം ഇവർ പ്രൊവൈഡ് ചെയ്യും. ബിസിനസ് വന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം ഒരു ബിസിനസ് വന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റോ പ്ലാന്റോ ഒക്കെ വന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ നോർമലി ആ ഏരിയ ഡെവലപ്പ് ആവുകയാണ്, ആ സ്റ്റേറ്റ് ഡെവലപ്പ് ആവുകയാണ്, ആ ഏരിയ ഡെവലപ്പ് ആവുകയാണ്. അത് നമ്മുടെ രാജ്യത്തിനും നല്ലതാണ്. സോ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇവർക്ക് ഒത്തിരി ഹെൽപ്പും ഒത്തിരി റിസോഴ്സസും കിട്ടാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ, ഫോറിൻ കൊളാബറേഷൻ. ഇപ്പോൾ ഇവർ ഒരു MNC, ഇപ്പോൾ USA-യിലുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരിവിടെ വന്നിട്ട് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ സ്ഥലം നോക്കി എടുത്ത് ബിസിനസ് ചെയ്ത് അങ്ങനെയാണോ അവർ ചെയ്യുന്നത്? അല്ല, അവരിവിടെയുള്ള ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയായിട്ട് അവർ എഗ്രിമെൻറ്റ് വയ്ക്കും. എഗ്രിമെൻറ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അവർ വർക്ക് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ, അവിടെയുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് ഇവിടെ വരുവാണെന്ന് വെച്ചോ. ഇപ്പോൾ KFC തന്നെയാണെങ്കിൽ KFC ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ, ഒരു ബിസിനസ് ചെയിനായിട്ട് അവർ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുവാണ്. ആ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഇപ്പോൾ എക്സാമ്പിൾ ABC എന്ന് പറഞ്ഞൊരു ബിസിനസ് യൂണിറ്റ് ആയിട്ടാണ് KFC എഗ്രിമെൻറ്റ് വയ്ക്കുന്നതെങ്കിൽ ആ ABC റെസ്റ്റോറൻറ്റിൻ്റെ പ്ലേസ് അല്ലെങ്കിൽ അവരുടെ ഓഫീസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം, പ്രൊഡക്റ്റിന് എന്ത് പേര് കൊടുക്കാം, പ്രൊഡക്റ്റിന് ഏത് ബ്രാൻഡ് നെയിമിൽ പ്രൊഡക്റ്റ് ഇഷ്യൂ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യും. എന്തൊക്കെ ക്ലോസ് ആണോ എന്തൊക്കെ പോയിന്റ്സ് ആണോ വേണ്ടത് ആ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ട് അതനുസരിച്ച് ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫോറിൻ കൊളാബറേഷനിൽ ഒത്തിരി കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോറിൻ കൊളാബറേഷനിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ KFC തന്നെ ഇവിടെയുള്ള അവരുടെ പാർട്ട്ണറായിട്ട്, അതായത് ഇവിടെ അവർ ഏത് റൂട്ടിലാണോ ബിസിനസ് ചെയ്തിരുന്നത് അവരായിട്ട് എന്തോ ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റിൽ കുറച്ച് പ്രശ്നം വന്നിട്ട് അവരുടെ കുറച്ച് പ്ലാൻസ്, ഇവിടുത്തെ കുറച്ച് യൂണിറ്റ്സ് അടച്ചു പൂട്ടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞൊരു ന്യൂസൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. സോ അതാണ് ഫോറിൻ കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ ഡയറക്റ്റ് ഇവിടെ വന്ന് സ്റ്റെപ്പ് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെല്ലാം ചെയ്യാതെ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് കമ്പനിയായിട്ട്, ഇവിടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ, പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെയുള്ള എക്സിസ്റ്റിംഗ് കമ്പനിയായിട്ട് ഇവർ ഒരു കൊളാബറേറ്റീവ് രീതിയിൽ വർക്ക് ചെയ്യുവാണ്. അതവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. കാരണം അവരുടെ കോസ്റ്റും കുറയും, അവർക്ക് പെട്ടെന്ന് പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യാനും എല്ലാം സാധിക്കും. നെക്സ്റ്റ്, അഡ്വാൻസ്ഡ് ടെക്നോളജി. ഇപ്പോൾ ഇവരുടെ ഫണ്ട് റിസോഴ്സസ് ഹൈ ആയതുകൊണ്ട് തന്നെ, ഇവർക്ക് ക്യാപിറ്റൽ എമൗണ്ടും കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള ടെക്നോളജീസ് എങ്ങനെയാണ്, ഇവർ നല്ല ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ പോവുകയാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലുതായിട്ടുള്ള ഒരു ഷോപ്പിൽ പോയാലോ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവില്ലേ? സാധാരണ ഒരു പെട്ടിക്കടയിൽ പോയാൽ അവിടെ കമ്പ്യൂട്ടർ ബില്ലിംഗ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, അവർ പേപ്പറിൽ എഴുതി കൂട്ടിയായിരിക്കും തരുന്നത് നിങ്ങൾക്ക്. അതുപോലെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് ആ ഒരാൾ തന്നെയായിരിക്കും പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സാധനം എടുത്തുകൊണ്ടൊക്കെ വന്ന് നമുക്ക് തരുന്നത്. ബട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ളത് പോയി സെലക്ട് ചെയ്തെടുക്കാം, കമ്പ്യൂട്ടർ ബില്ലിംഗ് ആയിരിക്കും, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ചെറിയ ഇതിൽ തന്നെ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരു വേൾഡ് വൈഡ് ചെയ്യുന്ന ഒരു ഫേം ആകുമ്പോൾ ഇവരുടെ ടെക്നോളജി എത്രയായിരിക്കും, അത്രയും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും. ഇവരുടെ ആ ലോക്കൽ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഒരു ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും, ഇവരുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്ത്. ഇപ്പം ഇന്ത്യയിൽ തന്നെ പല MNCസും വരാൻ കാര്യം എന്താ, ഇവിടെ ലേബർ ചീപ്പാണ്. അപ്പോൾ ലേബർ ചീപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ മതി ഇവിടെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട്. സോ അങ്ങനെ അതുപോലെ തന്നെ മറ്റ് പല റിസോഴ്സസും. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്ത് ഇവർക്ക് നല്ല രീതിയിൽ ഇവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാനും പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കും. പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് എന്ന് പറഞ്ഞാൽ അത്ര അപ് ടു ഡേറ്റും അത്ര ഡെവലപ്ഡും ആണ്, അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, അത്ര ഡെവലപ്ഡ് ആണ്. സോ ഇവർക്ക് നല്ല പ്രൊഡക്ട്സ് പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പുതിയ പ്രൊഡക്ട്സ് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യും. അതുപോലെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൻ്റെ ഡിസൈനൊക്കെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഒരേ ഡിസൈൻ തന്നെ അല്ലെങ്കിൽ ഒരേ ബ്രോഷർ പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ KFCയുടെ അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സിൻ്റെയൊക്കെ ബ്രോഷർ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ കാണുന്ന കസ്റ്റമേഴ്സിന് ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇവരുടെ പ്രൊഡക്ട്സും പുതിയ രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇവർ ഇന്നോവേറ്റ് ചെയ്യും. അത് ഏത് റീജിയണിലാണോ ഇവർ വർക്ക് ചെയ്യുന്നത് ആ റീജിയൻ്റെ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ച് ഇവർ
പ്രൊഡക്ട്സിൽ ചേഞ്ചസും വരുത്താറുണ്ട് ഇവരുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടി. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ ചില കമ്പനീസ് ബീഫ് അല്ലെങ്കിൽ പോർക്കിൻ്റെ ഐറ്റംസ് സെല്ല് ചെയ്യാറില്ല. അതിന് പകരം അവർ ചിക്കൻ ഐറ്റംസ്, ഫിഷ് ഐറ്റംസ്, വെജ് ഐറ്റംസ് ഒക്കെ കൂടുതൽ സെല്ല് ചെയ്യുന്നു. കാരണം അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഇതിൽ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം വേണ്ട എന്നുള്ള രീതിയിൽ ഇവരങ്ങനെ സെല്ല് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം അവർ ആ കൺട്രിയിൽ അവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ട് എന്താണ്, ഇപ്പോൾ ഫിഷ് ഐറ്റം ആണോ, ചിക്കൻ ഐറ്റം ആണോ, വേറെ എന്ത് ഐറ്റം ആണ് കൂടുതലുള്ളത്, അതനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്യും, ഇന്നോവേറ്റ് ചെയ്യും, അത് കൂടുതൽ സെർവ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതാണ് അവരുടെ ഉദ്ദേശം. ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇവർക്ക് ലേറ്റസ്റ്റ് ടെക്നോളജിയും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള അപ് ടു ഡേറ്റ് ആയ റിലയബിളായ ഇൻഫർമേഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളിതിനു മുമ്പ് പഠിച്ചു, നമ്മൾ മാർക്കറ്റിനെ പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ആ മാർക്കറ്റിൽ എന്ത് പ്രൊഡക്റ്റ് എപ്പോൾ ഡെലിവർ ചെയ്യണം, ഏത് റേറ്റിൽ ഡെലിവർ ചെയ്യണം, അങ്ങനെയൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ സാധാരണ ഒരു അധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇല്ലാത്തൊരു കമ്പനിക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ റിലയബിളും ഫാസ്റ്റും ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടും. അപ്പോൾ MNCs കാരണം അവർക്ക് അതുപോലെയുള്ള ടെക്നോളജി ആൻഡ് റിസർച്ച് R&D വിങ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ നല്ല രീതിയിൽ അവർക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യാനും നല്ല രീതിയിൽ അവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇവരുടെ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവർ വെൽ നോൺ ബ്രാൻഡാണ്. അതുകൊണ്ട് നമ്മളൊരാളുടെ അടുത്ത് പോയി പറഞ്ഞ് പരിചയപ്പെടുത്തി എടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ KFC എന്ന് പറഞ്ഞാൽ KFC ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ KFCയിൽ ഇങ്ങനെ ചിക്കൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നതുണ്ട്, ഇന്ന ഐറ്റം ഉണ്ടെന്നൊന്നും നമ്മളിപ്പോൾ സാധാരണ ഒരു നോർമൽ ഒരു ചെറിയ പെട്ടിക്കടയിൽ സെല്ല് ചെയ്യുന്ന ഐറ്റംസിന് നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തി എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ബ്രാൻഡ്സ് വെൽ നോൺ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഇവരുടെ പ്രൊഡക്ട്സ് അക്രോസ് ദ ഗ്ലോബ് സെല്ല് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി. നമ്മൾ ഇപ്പോൾ ഒരു കട ഈ ഒരു ഏരിയയിൽ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിൽ ഞാനൊരു കട സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ മാർക്കറ്റ്, എൻ്റെ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് എന്തായിരിക്കും, അതിൻ്റെ നിയർ ബൈ പ്ലേസസ്, ആ നിയർ ബൈ പ്ലേസസിലുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ ആ ബിസിനസ് ചെയ്യുന്നത്. ആ സമയത്ത് MNCs എങ്ങനെയാണ് ചെയ്യുന്നത്, എറൗണ്ട് ദ ഗ്ലോബാണ്, പല പല നേഷൻസിലാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർക്കറ്റ്, ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇവർ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റ് എത്രയാണ്, ഒരു എക്സ്പാൻഡഡ് മാർക്കറ്റാണ്, ഒരു ലാർജ് മാർക്കറ്റാണ്. ഇവർക്ക് ഒത്തിരി സബ്സിഡിയറീസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ അഫിലിയേറ്റ്സ് ഉണ്ട്. അവരിലൂടെ ഇവർക്ക് ഇവരുടെ പ്രൊഡക്ട്സ് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാനും ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ MNCsന് ആ രീതിയിൽ പ്രോഫിറ്റും നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, MNCs ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു കൺട്രിയിൽ, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ തന്നെ പല ഭാഗത്ത് ഒരു പ്രൊഡക്റ്റ് മാത്രം സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അവർ ലക്ഷ്യമിടുന്നത്. അവർ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് വെറൈറ്റി ഓഫ് കൺട്രീസിൽ ഡെലിവർ ചെയ്യുവാണ്. അതായത് കൺട്രിയുടെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അവൈലബിൾ റിസോഴ്സസിൻ്റെ ബേസിസിൽ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു ലാർജർ മാർക്കറ്റ് അക്വയർ ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് കൺട്രോൾ. MNCsൽ എപ്പോഴും അവരൊരു ഏതെങ്കിലും ഒരു കൺട്രിയിലായിരിക്കും അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബട്ട് അവരതല്ലാതെ വേറെ പല കൺട്രിയിലും ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും ഹോം കൺട്രിയിലായിരിക്കും, ഹോസ്റ്റ് കൺട്രിയിലായിരിക്കില്ല. ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ ഇവർ മറ്റേത് കൺട്രിയിലാണോ ബിസിനസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ KFC USA ഒറിജിനേറ്റ് ചെയ്തതെങ്കിൽ USA അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവുക. പക്ഷേ ഇന്ത്യയിലും മറ്റ് പല കൺട്രീസിലും KFCയുടെ ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ കൊക്കക്കോള, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് USA ഇന്ത്യയിലും മറ്റു പല യൂറോപ്യൻ കൺട്രീസിലും അറബ് കൺട്രീസിലും മറ്റു പല സ്ഥലത്തും അവർ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നുണ്ട്. അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ സബ്സിഡിയറീസ് ഉണ്ട്, അല്ലെങ്കിൽ അഫിലിയേറ്റ്സ് വഴി അവരുടെ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഹോം കൺട്രിയിലാണ് ഇവർ ഈ ബിസിനസ്സിൻ്റെ സെൻട്രലൈസ്ഡ് കൺട്രോൾ വരുന്നത്. എന്ന് കരുതി ഡേ ടു ഡേ അഫയേഴ്സിൽ എല്ലാത്തിലും അവർ കയറി ഇടപെടുന്നു, അങ്ങനെയല്ല. ബട്ട് ഇതിൻ്റെ സെൻട്രലൈസ്ഡ് കൺട്രോൾ വരുന്നത് ഹോം കൺട്രിയിൽ നിന്നാണ്. മറ്റെല്ലാ കൺട്രിയിലും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മളുടെ MNCsൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുമ്പിലുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ആ വീഡിയോ കാണാവുന്നതുമാണ്. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.